ഇടുക്കി പണിക്കൻകുടി കൊമ്പൊടിഞ്ഞാലിൽ വീടിന് തീപിടിച്ച് 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തെള്ളിപ്പടവിൽ സ്വദേശി ശുഭ 9ഉം 5ഉം വയസ്സുള്ള മക്കളായ അഭിനവ്, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരാണ് മരിച്ചത്. ആൾതാമസം കുറവുള്ള പ്രദേശത്തെ ഇവരുടെ വീട് പൂർണ്ണമായി കത്തി നശിച്ച നിലയിലാണ്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. രാഹുൽ, ഇത് സംഭവം എന്താണ്, എങ്ങനെ തീപിടിച്ചു എന്നതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു അറിവുണ്ടോ രാഹുൽ? ഹാഷ്മി, ഇതുവരെ ആ വീടിന് എങ്ങനെയാണ് തീ പിടിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം, അതായത് 9-ാം തീയതി വൈകിട്ടോടു കൂടിയാണ് ആ വീടിന് തീ പിടിച്ച ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഒരു കണക്കുകൂട്ടലുള്ളത്. പക്ഷേ 24 മണിക്കൂറിന് ശേഷം ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായ വിവരം നാട്ടുകാർ തന്നെ അറിയുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ്, ഈ വീട് മാത്രമേ ആ പ്രദേശത്തുള്ളൂ. ഈ വീട്ടിൽ താമസിച്ചിരുന്നത് പൊന്നമ്മ 75 വയസ്സ്, ശുഭ ഈ പൊന്നമ്മയുടെ മകളാണ് 45 വയസ്സ്, പിന്നെ ഈ ശുഭയുടെ മക്കളായ അഭിനന്ദ്, ഈ 2 കുട്ടികൾ, ഇവരാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇവർ ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ടാകാമെന്നുള്ളൊരു കണക്കുകൂട്ടലാണ് പോലീസിനുള്ളത്. സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അഭിനവിന്റെ മൃതദേഹം മാത്രം ഇന്നലെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയുടെ മൃതദേഹം, 5 വയസ്സുകാരന്റെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീട് ഇന്നലെ ഏറെ വൈകിയതുകൊണ്ട് തന്നെ ഡോഗ് സ്ക്വാഡിന്റെയോ ഫോറൻസിക് സംഘത്തിന്റെയോ പരിശോധന അവിടെ നടന്നിരുന്നില്ല. ഇപ്പോൾ എന്തായാലും ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന വീട്ടിൽ നടക്കുകയാണ്. ഇടുക്കി SP ആ സ്ഥലത്ത് വന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ വീടിനകത്ത് ബാക്കി 3 പേർ കൂടി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതാണ്. മൃതദേഹ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട്. അത് ആരുടെയൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ വിശദമായ പരിശോധനകൾക്ക് ശേഷമേ പോലീസിന് ഒരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വീടിന് എങ്ങനെ തീപിടിച്ചു, ഏതെങ്കിലും തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇടിമിന്നലേറ്റതാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ തീപിടുത്തം ഉണ്ടായതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ പലതരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. ഈ തീപിടുത്തത്തിന് കാരണമാക്കിയത് മറ്റു ചില സംഭവങ്ങളാണെന്നൊക്കെ വന്നിരുന്നു. പക്ഷേ അതൊന്നും സ്ഥിരീകരിക്കാത്തതാണ്. അതിനപ്പുറത്തേക്ക് ഈ വീടൊരു ഓടിട്ട വീടാണ്. ആ ഓട് പൊട്ടിയും തറയിലേക്ക് പൂർണ്ണമായും കിടക്കുകയാണ്. അതിനടിയിൽ കിടക്കുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇതാരുടെയൊക്കെയാണ് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. എത്ര പേരാണ് യഥാർത്ഥത്തിൽ ഇനിയും അവിടെ കിടക്കുന്നത്, ആ വീടിനുള്ളിൽ മൃതദേഹാവശിഷ്ടങ്ങളിൽ എത്ര പേർ കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതിന്റെ പരിശോധനയാണ് നിലവിൽ അവിടെ നടക്കുകയും ചെയ്യുന്നത്. ഓക്കെ.